നമസ്കാരം. 2 മണി വാർത്ത തുടങ്ങുന്നു. സഭാസ്തംഭനം. തുടർച്ചയായ രണ്ടാം ദിവസവും ശബരിമല വിഷയത്തിൽ സ്തംഭിച്ച് നിയമസഭ. ചോദ്യോത്തരവേള റദ്ദാക്കി ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ നിരാകരിച്ചതിനെ തുടർന്നായിരുന്നു ബഹളം. നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിഷേധം ശക്തിപ്പെട്ടപ്പോൾ നടപടികൾ റദ്ദാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 9 സഭ ചേർന്നപ്പോൾ തന്നെ ചോദ്യോത്തരവേള റദ്ദു ചെയ്ത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ വന്നു കഴിഞ്ഞാൽ യാതൊരു സൗകര്യവുമില്ല എന്നുള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോട്ടയം മെമ്പർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യോത്തരവേള റദ്ദ് ചെയ്തുകൊണ്ട് ആ വിഷയം ഇവിടെ അവതരിപ്പിക്കാനും അത് ചർച്ചയ്ക്കെടുക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം ബഹുമാനപൂർവ്വം ഞാൻ സ്പീക്കറുടെ മുമ്പിൽ വെക്കുകയാണ്. അനുവദിക്കരുതെന്ന് മുഖ്യമന്ത്രി. അത് വിശദമായി ഈ സഭയിൽ വന്നു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അതൊരു അടിയന്തര പ്രമേയം തന്നെ അനുവദിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഇപ്പോ സഭ നിർത്തി ഇപ്പോ ക്വസ്റ്റ്യൻ അവർ റദ്ദ് ചെയ്തുകൊണ്ട് അത്തരമൊരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുമില്ല. പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ദയവായിട്ടൊന്ന് മനസ്സിലാക്കണം, ചോദ്യോത്തരവേള റദ്ദ് ചെയ്യുന്നത് പ്രായോഗികമല്ല. ഈ വിഷയം ഇന്നലെ ഏതാണ്ട് മണിക്കൂറുകൾ ഇവിടെ സംസാരിച്ചതാണ്. പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക്. 26 എന്നിവയുടെ ലംഘനമാകയാൽ ആഴ്ച റദ്ദു ചെയ്ത് പ്രായഭേദമന്യേ MLA-മാരെ കുറിച്ച് ഗവർണർ നടത്തിയ പ്രസ്താവന ഇതിനിടെ സ്പീക്കർ ഓർമ്മപ്പെടുത്തി. തങ്ങളാരും സ്പീക്കറുടെ കസേര മറിച്ചിട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ MLA-മാരുടെ മറുപടി. ദേവസ്വം ബോർഡ് പ്രതിപക്ഷ ബഹളത്തിനിടെ നടപടിക്രമങ്ങൾ റദ്ദു ചെയ്ത് നിയമസഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. ഇതോടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നിയമസഭയ്ക്ക് പുറത്തേക്ക്. കമ്മിറ്റിയെ കൊണ്ട് അവിടെ സന്ദർശിച്ച് പഠനം നടത്തി റിപ്പോർട്ട് വയ്ക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. സംയുക്ത നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. മറ്റു വിഷയങ്ങളില്ലാത്തതിനാലാണ് ശബരിമല വിഷയത്തിൽ മാത്രം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമെന്ന് സർക്കാരിന്റെ മറുപടി. ശബരിമല വിഷയത്തിൽ UDF ചെന്നുപെട്ട അപമാനകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ കൈകാലിട്ടടിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നലെയും ഇന്നുമായി ശബരിമല പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് UDF നടത്തുന്നതായിട്ടുള്ള നാടകം കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. 2 ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന. ഉച്ചവരെ 26,100 പേരാണ് ദർശനത്തിനെത്തിയത്. നിയന്ത്രണങ്ങൾ നീക്കിയതോടെ തീർത്ഥാടനവും വിരിവെപ്പും സുഗമമായി. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ദർശനത്തിനെത്തിയ മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായ അൻപുമണി രാമദോസ് പറഞ്ഞു. സന്നിധാനത്ത് ഇന്നലെ രാത്രിയാണ് പോലീസ് നിയന്ത്രണങ്ങളിൽ ഇളവ് ഏർപ്പെടുത്തിയത്. വലിയ നടപ്പന്തലിൽ വിരിവെക്കുന്നതിനും നാമജപം നടത്തുന്നതിനുമുള്ള വിലക്ക് നീക്കി. നിയന്ത്രണങ്ങൾക്കെതിരെയുള്ള ഹൈക്കോടതി പരാമർശത്തെ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. എന്നാൽ നിരോധനാജ്ഞ പിൻവലിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന നിലപാടിലാണ് പോലീസ്. IG ദിനേന്ദ്ര കാശ്യപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നാളെ സന്നിധാനത്തിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കും. മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായ അൻപുമണി രാമദോസ് ദർശനത്തിനെത്തി. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി ഇടപെടാതിരിക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു പ്രതികരണം. I feel that the judiciary shouldn't interfere into the religious faith. Should not interfere with this. തിരക്ക് കുറവായതിനാൽ സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനത്തിനായി കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല. പോലീസിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അയ്യപ്പനെ നല്ല കാണാൻ പറ്റി. വെരി കംഫർട്ടബിൾ, വെരി സൂപ്പർ ബസ്. ഡ്രിങ്കിങ് വാട്ടർ, ട്രാവലിംഗ്, ഫുഡ്, ദർശൻ, വെരി ഗുഡ് ഫീലിംഗ്. നിയന്ത്രണങ്ങൾ നീക്കുന്നതോടെ വരുമാനവും വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാൽ കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. എന്നാൽ നാളെ ചുമതലയേൽക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും. സന്നിധാനത്ത് നിന്ന് ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം MR രാകേഷ്, ന്യൂസ് 18. ശബരിമല 18ാം പടിക്ക് താഴെയുള്ള സ്ഥലം വൃത്തിയാക്കുന്നതിനെ ചൊല്ലി പോലീസും അഗ്നിശമന സേനയും ദേവസ്വം ബോർഡും തമ്മിൽ അഭിപ്രായ ഭിന്നത. നടപ്പന്തൽ വെള്ളമൊഴിച്ച് വൃത്തിയാക്കിയതിന് പിന്നാലെയുണ്ടായ വിവാദത്തെ തുടർന്നാണ് അഗ്നിശമന സേന സേവനത്തിൽ നിന്ന് പിന്മാറിയത്. 18ാം പടിക്ക് താഴെ തീർത്ഥാടകർ തെന്നി വീഴാൻ തുടങ്ങിയതോടെ ശുചീകരണ ജോലി ആരുടെ ഉത്തരവാദിത്തമാണെന്ന തർക്കമാണ് നിലനിൽക്കുന്നത്.
തീർത്ഥാടകർ വിരിവയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് നടപ്പന്തലിൽ അഗ്നിശമന സേന വെള്ളമൊഴിച്ചതെന്ന പ്രചരണം വ്യാപകമായതോടെയാണ് ശുചീകരണ ജോലികളിൽ നിന്ന് അഗ്നിശമന സേന വിട്ടുനിന്നത്. നടപ്പന്തലിലെ പൊടിയില്ലാതാക്കാൻ ചെയ്ത സേവനത്തിന്റെ പേരിൽ പഴികേൽക്കേണ്ടി വന്നതോടെ ശുചീകരണത്തിന്റെ ഉത്തരവാദിത്വം സേനയിലെ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. 18ാം പടിക്ക് താഴെ തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലത്ത് തീർത്ഥാടകർ തെന്നിവീഴാൻ തുടങ്ങിയതോടെയാണ് പരസ്പരം പഴിചാരൽ തുടങ്ങിയത്. ശുചീകരണ ജോലികൾക്ക് ആവശ്യത്തിനുള്ള ജീവനക്കാർ ഇല്ലെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ നിലപാട്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ശുചീകരണം ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ അഗ്നിശമന സേനയുടെ നിലപാട്. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രവർത്തനം തുടർന്ന് ചെയ്യാന്ന് മാത്രമല്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന സമയങ്ങളിൽ മാത്രം നമ്മളത് ചെയ്യാൻ തയ്യാറെടുത്തത്. എന്നാൽ തീർത്ഥാടകർ തെന്നിവീഴാൻ തുടങ്ങിയതോടെ 18ാം പടിക്ക് താഴെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആ ജോലി ഏറ്റെടുത്തു. തേങ്ങ വെള്ളം കൊണ്ട് വീഴ്പുണ്ടായി അത് സ്ലിപ്പ് ചെയ്ത് വീഴുന്നത് കൊണ്ടാണ് പോലീസ് സ്വാമികൾ ഇത് കഴുകി വൃത്തിയാക്കിയത്. വരും ദിവസങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കൽ നടന്നില്ലെങ്കിൽ അപകടങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത. തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനുള്ള അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ നടപ്പന്തൽ അടിയന്തരമായി വൃത്തിയാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. MR രാകേഷ്, ന്യൂസ് 18 സന്നിധാനം. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിക്കെതിരെയുള്ള സമരം പ്രാദേശിക തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ BJP നീക്കം. പോലീസ് നടപടിയും കെ സുരേന്ദ്രന്റെ അറസ്റ്റും ചൂണ്ടിക്കാട്ടി ജയിൽ നിറയ്ക്കൽ സമരം നടത്തും. 144 പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ പോലീസ് നിയന്ത്രണം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് നേരത്തെ പ്രധാനമായും പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ പോലീസ് നിയന്ത്രണത്തിന് ഇളവ് വന്നതോടെ സമരരീതിയിൽ മാറ്റങ്ങൾ വേണമെന്ന് BJPയിൽ അഭിപ്രായമുയർന്നു. ഈ സാഹചര്യത്തിലാണ് ശ്രീധരൻപിള്ളയുടെ അധ്യക്ഷതയിൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം കൊച്ചിയിൽ ചേർന്നത്. പ്രതിഷേധം വൻ ജനകീയ പങ്കാളിത്തത്തോടെ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കാനാണ് നീക്കം. ഹിന്ദു സംഘടനകളും സന്യാസിമാരും ചേർന്നുള്ള ആ കർമ്മസമിതിയാണ് ശബരിമല സമരം ഏറ്റെടുത്ത് നടത്തുന്നത്. ഭാരതീയ ജനതാ പാർട്ടി അതിനെ പിന്താങ്ങുകയാണ്. ഡിസംബർ 5 മുതൽ 10 വരെ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ശബരിമല സദസ്സ് സംഘടിപ്പിക്കും. ശബരിമലയിൽ പോലീസ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുന്നതോടെ പ്രതിഷേധങ്ങളുടെ തീവ്രത കുറയുമെങ്കിലും 144 പിൻവലിക്കും വരെ സമരം തുടരാനാണ് BJP തീരുമാനം. കോടതി ഇടപെട്ടിട്ടും സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന് BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞതും ഇതിന്റെ സൂചനയാണ്. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നിയോഗിച്ച സമിതി അടുത്ത മാസം 1, 2 തീയതികളിൽ കേരളത്തിലെത്തുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ശബരിമല സമരത്തിന്റെ മറവിൽ സ്വകാര്യ ക്ഷേത്രങ്ങൾക്ക് പണമുണ്ടാക്കാൻ ശ്രമമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. ദേവസ്വം ബോർഡിന് കീഴിൽ വരുമാനം കുറവുള്ള 1200 ക്ഷേത്രങ്ങളിൽ ആരും അവകാശം ഉന്നയിക്കുന്നില്ല. പമ്പയിൽ നടത്തിയ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ചെലവായ 25 കോടി രൂപയും നിർമ്മാണ ചുമതലയുള്ള ടാറ്റ കൺസൾട്ടൻസി സൌജന്യമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. മാളികപ്പുറം ക്ഷേത്രത്തിനു മുന്നിൽ നിന്ന് ഉൾപ്പെടെ ബാരിക്കേഡുകൾ നീക്കം ചെയ്യും. സന്നിധാനത്തും നിലയ്ക്കലിലും ദിവസവും അവലോകന യോഗം ചേരുമെന്നും പത്മകുമാർ നിലയ്ക്കലിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന പുനർനിർമ്മാണത്തിന് ഇതുവരെ ലഭ്യമായ തുക പോരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രളയാനന്തരം പുനർനിർമ്മാണം സംബന്ധിച്ച് ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തി. ദുരിതാശ്വാസത്തിന് ഭക്ഷ്യധാന്യം നൽകിയതിനും രക്ഷാപ്രവർത്തനത്തിനെത്തിയ വിമാനങ്ങളുടെ വാടക ഇനത്തിലും 290 കോടി രൂപ കേന്ദ്രത്തിന് തിരിച്ചു നൽകേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. 26,718 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും പുനർനിർമ്മാണത്തിന് 31,000 കോടി വേണമെന്നുമാണ് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. പാരിസ്ഥിതിക നാശം നികത്താനാകാത്തതെന്നും മുഖ്യമന്ത്രി. സാലറി ചലഞ്ചിലൂടെ ലഭിച്ചതുൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആകെയുള്ളത് 2,683.18 കോടി. ഇതിൽ 687.48 കോടി ഇതുവരെ ചെലവിട്ടു. വീടുകളുടെ നാശനഷ്ടം നികത്താൻ 1,357.78 കോടിയും ചെലവ് പ്രതീക്ഷിക്കുന്നു. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം രൂപീകരിച്ച സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലുള്ളത് 987.73 കോടി രൂപ. ഇതിൽ 586.04 കോടി ചെലവായി. 706.74 കോടി രൂപ കൂടി ലഭിച്ചാലേ ഇതുവരെയുള്ള ബാധ്യത തീർക്കാനാകുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ വെച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രളയകാലത്ത് കേന്ദ്രം അനുവദിച്ച റേഷനും രക്ഷാപ്രവർത്തനത്തിന് വിമാനങ്ങൾ വിട്ടു നൽകിയ വകയിലും 290.74 കോടി രൂപ കേന്ദ്രത്തിന് തിരിച്ചു നൽകേണ്ട സ്ഥിതിയാണെന്നും മുഖ്യമന്ത്രി. NDRFിലെ മുഴുവൻ തുക വിനിയോഗിച്ചാലും ബാധ്യത പൂർണ്ണമായി തീർക്കാനാകില്ല. റോഡുകളുടെയും വീടുകളുടെയും പുനർനിർമ്മാണം, ജീവനോപാധികളുടെ വീണ്ടെടുപ്പ് തുടങ്ങിയവയ്ക്കാണ് പുനർനിർമ്മാണത്തിൽ പ്രാധാന്യം നൽകുന്നത്. കുട്ടനാട്, പുഴയോര പാരിസ്ഥിതിക ദുർബല മേഖലകൾ, രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന സ്ഥലങ്ങൾ, മണ്ണിടിച്ചിൽ മേഖല എന്നിവിടങ്ങളിലെ സവിശേഷത കണക്കിലെടുത്ത് മാത്രമേ പുനർനിർമ്മാണം നടത്തൂ. കൊച്ചിയുടെ സമഗ്ര വികസനം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളുടെ പശ്ചാത്തല സൗകര്യ വികസനം, എല്ലാ ജില്ലകളുടെയും സമഗ്ര വികസനം എന്നിവയും
പുനർനിർമ്മാണത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കുട്ടനാട്ടിൽ നിർമ്മിച്ചയുടൻ തകർന്ന ബണ്ടിന്റെ പണം കരാറുകാരന് നൽകാൻ ഉദ്യോഗസ്ഥന്റെ വഴിവിട്ട ഇടപെടലെന്ന ആരോപണം. പണം കൈമാറരുതെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബില്ല് പാസാക്കണമെന്നാവശ്യപ്പെട്ട് 3 തവണ കത്തയച്ചു. ഇത് നിയമവിരുദ്ധമായ ഇടപെടലാണെന്ന് കാണിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെട്ട റാണി ചിത്രക്കായലിലെ C&D ബ്ലോക്ക് പാടശേഖരത്തിന്റെ പുറംബണ്ട് നിർമ്മാണമാണ് വിവാദത്തിലായത്. 2016 സെപ്റ്റംബറിലാണ് 24 കോടി രൂപയുടെ ബണ്ട് പൂർത്തിയായത്. 1.5 മാസം പിന്നിട്ടപ്പോൾ തന്നെ 120 മീറ്റർ മട വീണ് തകർന്നു. കരാർ കാലത്തുണ്ടായ തകർച്ചയുടെ ഉത്തരവാദിത്തം നിർമ്മാണ കമ്പനിക്കാണെന്ന് ചൂണ്ടിക്കാട്ടി തകർന്ന ഭാഗത്തിന്റെ ചിലവായ 2,95 ലക്ഷം രൂപ നൽകരുതെന്ന് സർക്കാർ ഉത്തരവിട്ടു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലമാണ് തകർന്നതെന്നും ഉത്തരവാദിത്തമില്ലെന്നും കാണിച്ച് നിർമ്മാതാക്കളായ മേരിമാത കൺസ്ട്രക്ഷൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. നിയമ നടപടി തുടരുന്നതിനിടെയാണ് പണം കൈമാറാൻ ആവശ്യപ്പെട്ട് മങ്കൊമ്പ് ജലവിഭവ വകുപ്പ് ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 3 തവണ കുട്ടനാട് ഡെവലപ്മെന്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കത്തയച്ചത്. AXയുടെ നടപടി ചട്ടവിരുദ്ധമാണെന്നും സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുട്ടനാട് ഡെവലപ്മെന്റ് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് അയച്ച റിപ്പോർട്ടിൽ പറയുന്നു. പണം കൈമാറരുതെന്ന സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശം, ഒപ്പം കോടതിയിൽ കേസും നിലനിൽക്കുന്നു. എന്നിട്ടും ഇതിനെയെല്ലാം മറികടന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്തിനായിരിക്കും ബില്ല് മാറാൻ നിരന്തരം ശ്രമിക്കുന്നത്? ഇതിൽ അദ്ദേഹത്തിന്റെ ലാഭം എന്തെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കുട്ടനാട്ടിൽ തകർന്ന ബണ്ടിന്റെ പണം സർക്കാർ ഉത്തരവ് മറികടന്ന് കരാറുകാരന് കൈമാറാനുള്ള നീക്കത്തിൽ ജില്ലാ കളക്ടർ S. സുഹാസ് റിപ്പോർട്ട് തേടി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടാണ് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. നിപ വൈറസ് ബാധയ്ക്കെതിരെ മുൻകരുതലുമായി ആരോഗ്യവകുപ്പ്. ജനുവരി ഡിസംബർ മാസങ്ങൾ വവ്വാലുകളുടെ പ്രജനന ഘട്ടമായതിനാൽ മെഡിക്കൽ കോളേജുകൾക്കും മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങൾക്കുമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രജനന കാലഘട്ടത്തിൽ നിപ വൈറസുകളുടെ തോത് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം. ആശുപത്രികൾക്കുള്ള നിർദ്ദേശമാണിതെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. തൃശൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെയുള്ള പീഡന പരാതിയുമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിയെ സമീപിച്ചത്. പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തിട്ടും പീഡിപ്പിച്ച നേതാവിനെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നാണ് പെൺകുട്ടിയുടെ പരാതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതി ലഭിച്ചിട്ടും KPCC നേതൃത്വം നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിയെ സമീപിച്ചത്. കോൺഗ്രസ് പ്രാദേശിക നേതാവ് KJ യദുകൃഷ്ണനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരുന്നുവെങ്കിലും ഇയാൾ ഒളിവിലാണ്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടും പാർട്ടി നടപടി സ്വീകരിച്ചില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. അവസാന അഭയമായാണ് രാഹുൽ ഗാന്ധിയെ സമീപിക്കുന്നതെന്നും KSU പ്രവർത്തക കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പാർട്ടിയിൽ വിശ്വാസമുണ്ടെന്നും രാഹുൽ ഗാന്ധി പ്രശ്നത്തിൽ ഇടപെടുമെന്നാണ് കരുതുന്നതെന്നും പെൺകുട്ടി പറഞ്ഞു. ഉറച്ച വിശ്വാസമുണ്ട് പാർട്ടിയിൽ. ഒരിക്കലും ഞാൻ രാഹുൽ ഗാന്ധിക്ക് കംപ്ലൈന്റ് കൊടുത്തത് ഒരിക്കലും പാർട്ടിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. എല്ലാവരും ഇതറിഞ്ഞിരിക്കണമെന്നുള്ളൊരു ഇതിൽ മാത്രമാണ് ഞാൻ പാർട്ടിയിൽ രാഹുൽ ഗാന്ധിക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നത്. എനിക്ക് തീർച്ചയായിട്ടും പാർട്ടിയിൽ ഉറച്ച വിശ്വാസമുണ്ട്. അവർ പോലീസിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം പാർട്ടി നിലപാടെടുക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. ജൂലൈ 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അപകടത്തിൽ കാലിന് പരിക്കേറ്റ് വിശ്രമിക്കുമ്പോഴാണ് വീട്ടിലെത്തിയ യദുകൃഷ്ണ മോശമായി പെരുമാറിയതെന്നാണ് പരാതി. ഇതിന്റെ പേരിൽ പിന്നീട് റോഡിൽ വെച്ച് അപമാനിച്ചു. വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയും പിന്നീട് അപമാനിക്കുകയും ചെയ്യുന്നുവെന്ന് കാണിച്ച് കഴിഞ്ഞ മാസമാണ് പെൺകുട്ടി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് പരാതി നൽകിയത്. FIRന്റെ പകർപ്പുകൾ സഹിതം ഇന്നലെയാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയത്. പോലീസിൽ പരാതി നൽകിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടിലായിരുന്നു KPCC നേതൃത്വം. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ.
നോട്ട് അസാധുവാക്കൽ അതിക്രൂര നടപടിയായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യൻ അടുത്തയാഴ്ച പുറത്തിറങ്ങുന്ന ദ ചാലഞ്ച് ഓഫ് മോദി ജെയ്റ്റ്ലി എക്കണോമി എന്ന പുസ്തകത്തിലാണ് കടുത്ത വിമർശനം. മന്ദഗതിയിലായിരുന്ന സാമ്പത്തിക വളർച്ച അതിവേഗം താഴാൻ നോട്ട് നിരോധനം ഇടയാക്കി. 1 വർഷം കൂടി കാലാവധി ബാക്കിയുള്ളപ്പോഴാണ് മുഖ്യ ഉപദേഷ്ടാവ് പദവി രാജിവെച്ച അരവിന്ദ് സുബ്രഹ്മണ്യൻ അധ്യാപനത്തിലേക്ക് മടങ്ങിയത്. രാജ്യത്തെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നിയമനിർമ്മാണം വേണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷ കർഷക സംഘടനകളുടെ റാലി തുടങ്ങി. 210 കർഷക സംഘടനകളുടെ കൂട്ടായ്മയാണ് പ്രതിഷേധം നടത്തുന്നത്. കാർഷിക കടമുക്തി നിയമം, കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ താങ്ങുവില ഉറപ്പാക്കൽ നിയമം എന്നിവ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് റാലി. രാജ്യത്തെ കാർഷിക പ്രതിസന്ധിക്ക് അടിയന്തരമായി പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 210ഓളം കാർഷിക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഡൽഹി ജന്തർ മന്ദറിലേക്ക് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ അതിർത്തി പ്രദേശങ്ങളിലെ 5 കേന്ദ്രങ്ങളിൽ നിന്നാണ് കാർഷിക പ്രതിഷേധം പുറപ്പെട്ടത്. ഇന്ന് വൈകിട്ട് ജന്തർ മന്ദറിൽ സംഘടിക്കുന്ന പ്രതിഷേധക്കാർ വൈകിട്ട് രാംലീല മൈതാനിയിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ രാവിലെ കർഷകർ ഒറ്റക്കെട്ടായി പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. കർഷക നേതാക്കൾക്കൊപ്പം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും കർഷകരെ അഭിസംബോധന ചെയ്യും. കാർഷിക കടങ്ങൾ അടിയന്തരമായി എഴുതിത്തള്ളണം, കർഷകരുടെ വിളകൾക്ക് മാന്യമായ താങ്ങുവില നിശ്ചയിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം അലയടിക്കുന്നത്. 2 ദിവസം ഡൽഹിയെ പ്രതിഷേധക്കടലായി മാറ്റുക എന്നതാണ് സമരക്കാരുടെ ലക്ഷ്യം. രാമക്ഷേത്ര നിർമ്മാണവും അയോധ്യയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമ്പോൾ കാർഷിക വിഷയങ്ങൾ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം. മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും ഉണ്ടായ കാർഷിക പ്രക്ഷോഭങ്ങൾക്ക് സമാനമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. GDP കണക്കാക്കുന്ന പുതിയ രീതിയെ ന്യായീകരിച്ച് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇപ്പോഴത്തെ രീതിയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൃത്യമായി പറഞ്ഞുവെക്കുന്നതെന്ന് ജെയ്റ്റ്ലി അവകാശപ്പെട്ടു. UPA ഭരണകാലത്ത് 9% വളർച്ചയുണ്ടായിരുന്നെന്ന കണക്ക് തിരുത്തിയാണ് പുതിയ രീതി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. UPA കാലത്തെ വളർച്ചാ നിരക്ക് അതോടെ 8%-ലെത്തുകയും NDA കാലത്തെ വളർച്ചാ നിരക്ക് കൂടുകയും ചെയ്തിരുന്നു. 25 വയസ്സ് കഴിഞ്ഞവർക്കും 2019 നീറ്റ് പരീക്ഷ എഴുതാൻ സുപ്രീം കോടതി ഉപാധികളോടെ അനുമതി നൽകി. എന്നാൽ 25 വയസ്സ് കഴിഞ്ഞവരുടെ മെഡിക്കൽ കോളേജ് പ്രവേശനം ഉയർന്ന പ്രായപരിധി നിശ്ചയിച്ച CBSE ഉത്തരവ് ചോദ്യം ചെയ്തു നൽകിയ ഹർജിയിലെ അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കൊല്ലം പറവൂർ കോട്ടപ്പുറം അഞ്ചുകല്ലുമൂട്ടിൽ G. ശശിധരൻ പിള്ള നിര്യാതനായി. 78 വയസ്സായിരുന്നു. അസുഖബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. NSS കുന്നത്തൂർ താലൂക്ക് യൂണിയൻ മുൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ ലീലാദേവി അമ്മ. ന്യൂസ് 18 കേരളം സീനിയർ ന്യൂസ് എഡിറ്റർ S. ലല്ലു, ശൈലേഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് പറവൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കുക എന്നുള്ളതാണ് ഒരു ആവശ്യം. 2, സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഭക്തന്മാർക്കെതിരായ കള്ളക്കേസുകളെല്ലാം പിൻവലിക്കുക. 3, ശബരിമലയിൽ ഭക്തന്മാർക്കാവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. 4, സുരേന്ദ്രനെ കള്ളക്കേസിൽ കുടുക്കിയ അതുപോലെ മറ്റാൾക്കാർക്കെതിരെയും കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ നിയമവിരുദ്ധമായ തെറ്റായ അവരുടെ നടപടികൾക്ക് എതിരായി
ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും മറ്റുമുള്ള നടപടികൾ സ്വീകരിക്കണം, അച്ചടക്ക നടപടികൾ സ്വീകരിക്കണം. ഈ 4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2 ആഴ്ചത്തേക്കുള്ള സമരപരിപാടികൾക്കാണ് പാർട്ടി രൂപവും ഭാവവും നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് 3-ാം തീയതി തുടങ്ങുന്നു. തുടർച്ചയായി സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആ സമരപരിപാടി നടത്തുന്നതാണ്. അതേസമയത്ത് സിഗ്നേച്ചർ ക്യാമ്പയിൻ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ പാർട്ടി വിലയിരുത്തി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം 1 കോടി ഒപ്പ് ശേഖരിക്കുക എന്നുള്ള നിലയിൽ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സിഗ്നേച്ചർ ക്യാമ്പയിൻ, ശബരിമലയെ സംരക്ഷിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സിഗ്നേച്ചർ ക്യാമ്പയിൻ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. 5-ാം തീയതി മുതൽ പഞ്ചായത്ത് നിലവാരത്തിൽ അയ്യപ്പ ഭക്ത സദസ്സുകൾ BJP സംഘടിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ആ ഭക്തജന സദസ്സുകൾ നടക്കും. അതിൽ ഗുരുസ്വാമിമാരെ, അതാത് പ്രദേശങ്ങളിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലെയും ഗുരുസ്വാമിമാരെ ആദരിക്കും. അതോടൊപ്പം തന്നെ BJPയിലേക്ക് പുതുതായി വരുന്ന ആളുകളെ, അവരെന്നെ സന്നദ്ധരായി മുന്നോട്ട് വരുന്ന ആളുകളെ സ്വീകരിക്കാനുള്ള സംവിധാനമുണ്ടായിരിക്കും. ഇനി ശരണവഴി. ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ ലേക്ക് റോൾ കാർ ഷാംപൂ. കളർ മങ്ങാതെ വാഹനങ്ങൾ വൃത്തിയാക്കുവാൻ ലേക്ക് റോൾ കാർ ഷാംപൂ. വാഹനങ്ങൾ എന്നും പുതിയതുപോലെ. കോ പവർഡ് ബൈ ഡ്യൂക്ക് പെയിന്റ്സ്. ചുവരിലും മനസ്സിലും മായാതെ നിൽക്കും ഡ്യൂക്ക് പെയിന്റ്സ്. ആഹാ. ശബരിമലയിൽ സുരക്ഷാ ജോലിക്കായി ആയിരക്കണക്കിന് പോലീസുകാരുണ്ടെങ്കിലും തീർത്ഥാടകരുടെയും പോലീസുകാരുടെയും എല്ലാം ശ്രദ്ധാകേന്ദ്രം ഒരാളിലാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മിന്നും താരമായ IM വിജയനാണ് പോലീസ് യൂണിഫോമിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഇത് 3-ാം തവണയാണ് സർക്കിൾ ഇൻസ്പെക്ടറായ IM വിജയൻ മണ്ഡലകാല ഡ്യൂട്ടിക്കായി ശബരിമലയിൽ എത്തുന്നത്. മല കയറിയെത്തുന്ന തീർത്ഥാടകർ ശരംകുത്തിയിലെത്തുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിൽക്കും. പോലീസ് യൂണിഫോമിൽ വയർലെസ്സുമായി നിൽക്കുന്ന ആളിനെ എവിടെയോ കണ്ട് പരിചയം പോലെ. തിരിച്ചറിഞ്ഞാൽ പിന്നെ സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുമോ എന്നുള്ള അയ്യപ്പന്മാരുടെ റിക്വസ്റ്റാണ്. തീർത്ഥാടകരോടൊപ്പം സെൽഫി എടുക്കുമ്പോഴും കുശലം പറയുമ്പോഴും IM വിജയൻ തനി തൃശൂർ ഗഡിയാകും. 3-ാം തവണയും അയ്യപ്പ സന്നിധിയിൽ ക്രമസമാധാന ചുമതലയുമായി വന്ന IM വിജയന് ഇത്തവണത്തെ തീർത്ഥാടനത്തെപ്പറ്റി പറയാൻ ഇത്രമാത്രം. സന്തോഷമാണ്. ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അയ്യപ്പ ഭക്തനാണോ എന്ന് ചോദിച്ചാൽ മറുപടി പോസ്റ്റിലേക്ക് പായുന്ന പന്തിന്റെ കൃത്യതയോടെ. ചെറുപ്പത്തിലെ നീലിമല വഴിക്കൊക്കെ കരിമല വഴിക്ക് നടന്നു വന്നിട്ടുള്ള അച്ഛൻ്റെ കൂടെ, പിന്നെ അമ്മയുടെ കൂടെ എല്ലാ കൊല്ലം വരാറുള്ളതാണ്. ഇതിനിടെ ഒപ്പമുള്ള പോലീസ് ട്രെയിനികളുമായി കുശലാന്വേഷണവും സെൽഫി എടുക്കലും. പോലീസ് യൂണിഫോമിലാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള പരിഭവം IM വിജയൻ മറച്ചുവെക്കുന്നില്ല. അവർ ചീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കളീനെ സംബന്ധിച്ചാണ് ചീറ്റ് ചെയ്യുന്നത് സപ്പോർട്ടേഴ്സിനാണ്. അനുഭവങ്ങൾ പങ്കുവെച്ച് IM വിജയൻ വീണ്ടും ക്രമസമാധാന പാലനത്തിന്റെ തിരക്കുകളിലേക്ക്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം MR രാകേഷ്, ന്യൂസ് 18 സന്നിധാനം. ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.